അയ്യോ ഞാൻ സാറേ ഹലോ എന്തുകൊണ്ട് ഞാൻ ഒപ്പറം വരെ ഒന്ന് പോയി സാറേ ഒരു ആവശ്യത്തിന്. സാർ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ഇപ്പോഴത്തെ സമകാലീന വിഷയങ്ങൾ ഇപ്പോഴത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാതിരിക്കുന്നതാണ്. കാരണം വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ ഞാൻ പിന്നെ പേപ്പർ വായിക്കത്തില്ല. കേരളത്തിലെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ചാനലുകാർ മുഴുവൻ അതിൻ്റെ പുറകില്ല. ആരെങ്കിലും ഒന്ന് തുമ്മിയ ചാനൽ പുറകില്ല. എല്ലാ ചാനലും ഇപ്പം തുമ്മുന്നതിൻ്റെ പുറത്താണ്. ആ ഒരുത്തൻ തുമ്മിയ അപ്പോഴേ പോകും. അവരെ പോയി ഇളക്കി എങ്ങനെ അവരെ നിന്ന് ഒരു ചെറിയ ഡയലോഗ് അവരെ ഒന്ന് പിടിക്കാൻ പറ്റും. ആ ഡയലോഗ് പിടിക്കുന്ന പരിപാടി എന്തോരു ഗതികേടാണ്. ചാനലുകൾ മൊത്തം പക്ഷെ അവിടെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കടന്നക്കൂട് ഇളക്കി വിട്ടെന്നോ എലിയാന്നോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അൻവറിനെ. അതും ഒരു വശത്ത് ഇങ്ങനെ നടക്കുമ്പോഴാണ് അമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ ചില കാര്യങ്ങളുമായിട്ട് അവര് വേറെ ഇതിൽ നടക്കുന്നത്. അയ്യോ എല്ലാം അതൊരു സംഭവമാണ്. നടന്മാരും പെട്ടെന്ന് തോന്നുന്നു. എല്ലാവരും പെട്ടെന്നാണ് പറയുന്നത്. എല്ലാവരും അതിനകത്ത് പക്ഷേ പെട്ടില്ലെങ്കിലും പിടിക്കും. അപ്പൊ ഒരുപാട് അവസരങ്ങൾ കിട്ടും നമുക്ക്. നമ്മളെ പോലുള്ള കലാകാരന്മാർ പിന്നെ അവസരങ്ങൾ കിട്ടത്തില്ല. അവസരങ്ങളൊക്കെ കിട്ടുമെന്നൊക്കെ പറയാം. ഇനി വരുന്ന ആളുകൾ എന്തുവാന്ന് ആർക്കറിയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ മാത്രമായി നമ്മുടെ ആളുകൾ ഒതുങ്ങുന്നു. വേറൊന്നുമില്ല. ചാനൽ ചർച്ച മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ആളുകൾ പെണ്ണുങ്ങൾ സീരിയൽ കാണുന്ന കണക്ക് ഇപ്പോൾ ആണുങ്ങളെല്ലാം ഇപ്പോൾ ചാനൽ ചർച്ചയില്ല. ഒരു വശത്ത് സീരിയൽ, ഒരു വശത്ത് ചാനൽ ചർച്ച. ചില പെണ്ണുങ്ങളും ആണുങ്ങളും വീട്ടിൽ തന്നെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും തമ്മിൽ അടി എനിക്കത് കാണണം. ഇല്ലല്ല എനിക്ക് മറ്റേ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക. അല്ല ലവളെന്തോ ആയെന്ന് എനിക്കറിയത്തില്ല. അല്ലെ ലവളെന്തോ ആയെന്ന് നീ അറിയില്ല, പക്ഷെ മറ്റവരെന്തോ ആയെന്ന് എനിക്കൊന്നും അറിയണം. അതായത് ഒന്നും കെട്ടടി. അതാണിപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സാറൊന്നും ചെയ്യേണ്ട ഇവിടെ ഇരുന്നാൽ മതി. എനിക്ക് അത്യാവശ്യം ചില പരിപാടികളുണ്ട്. എവിടെ പോകണം? എനിക്കൊരു സ്ഥലം വരെ പോകണം. നീ കുറച്ചു നേരം ഇവിടെ സംസാരിച്ചിട്ട് പാടാ. സാറേ എനിക്ക് ഭ്രാന്ത് വരും. ഞാൻ പോയിട്ട് അത്യാവശ്യം അതുകൊണ്ടാണ്.